ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ വരെ ദിവസവും ഒരേ ഒരു തവണ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ വരെ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഗ്രാമ്പൂ വാട്ടർ ഒരുപാട് പേരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് ഒരുപാട് പേരെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. ഗ്രാമ്പൂ വാട്ടർ ഉപയോഗിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഗ്രാമ്പൂ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുമ്പോഴേക്കും കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഓവറീസിൽ നിന്ന് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിനും ഒക്കെയാണ് ഇത് ബെനിഫിറ്റ് കൊടുക്കുന്നത് കേട്ടോ. അത്രത്തോളം തന്നെ ബെനിഫിറ്റ് ഉള്ള മറ്റൊരു ഡ്രിങ്കാണ് കറുവപ്പട്ട വെള്ളം എന്ന് പറയുന്നത്, സിനമൻ വാട്ടർ. ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാത്രമല്ല ഹസ്ബൻഡും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും ഓവറോൾ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുന്നതിനും അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറുവപ്പട്ട ഉപയോഗിക്കുമ്പോഴേക്കും പുരുഷന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതൊരു വാം സ്പൈസ് ആയതുകൊണ്ട് പെൽവിസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പെൽവിസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോഴേക്കും അത് പുരുഷന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലും കൂടി അതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നു. അവരുടെ സെമന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മോട്ടിലിറ്റി എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിലോട്ട് എത്തിക്കഴിയുമ്പോഴേക്കും ഇതിന്റെ സ്വിം ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ട്രാവൽ ചെയ്തിട്ട് എഗിനെ മീറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റുള്ള ഒബ്സ്റ്റക്കിൾസിൽ പെട്ടുപോയി ഇത് നശിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, കൗണ്ട് ശരീരത്തിൽ എത്തുന്നതിന്റെ ആ ഒരു കൗണ്ട്, സ്പേമിന്റെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ അത്രയും അധികം എഫക്റ്റീവായിട്ട് പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുകയുള്ളൂ. അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഓവറോൾ പുരുഷന്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്ത്രീകൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകളിലെ മെൻസ്ട്രൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ളവർക്ക്, തൈറോയ്ഡ് ഉള്ളവർക്ക്, ഒബിസിറ്റി ഉള്ളവർക്ക്, മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിട്ട് പോവുക. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുമ്പോഴേക്കും ഒന്നുകിൽ നമുക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പലർക്കും ഓവുലേഷൻ നടക്കില്ല. ചിലർക്കൊക്കെ അണ്ടം കൃത്യമായിട്ട് വളരില്ല, ചിലർക്ക് ലൂട്ടിയൽ ഫേസിന്റെ ലെങ്ത് ഭയങ്കര ഷോർട്ടായി പോകും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും PCOD ഉള്ളവർക്ക് PCODയെ ക്യൂർ ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓവറീസിന്റെ പ്രവർത്തനങ്ങളെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ ഓവറീസിലാണല്ലോ നമ്മുടെ അണ്ടം സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അണ്ടം വളരുന്നതും അത് പൊട്ടുന്നതും ഒക്കെ ഓവറീസിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ്. ഈ ഓവറീസിനെ ബൂസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിന്റെ പ്രവർത്തനങ്ങൾ കുറേയും കൂടി എൻഹാൻസ് ചെയ്യുന്നതിനും ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിനും അത് നല്ലതുപോലെ മൂപ്പെത്തിയിട്ട് പൊട്ടുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ഇത് പൊട്ടുമ്പോഴേക്കും അതിന്റെ ക്വാളിറ്റി നല്ലതുപോലെ ഇംപ്രൂവ് ആയിട്ടായിരിക്കും ഇത് പൊട്ടുന്നത്. നോർമലി അതല്ലാതെ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD ഉള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഷുഗർ ലെവൽ കൂടുതലായിരിക്കും. PCOD എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കുമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഈ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നാലാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്നത് പല തരത്തിലുള്ള ബെനിഫിറ്റുകളാണ്. ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തയോട്ടം നമ്മുടെ ശരീരഭാഗങ്ങളിലോട്ട് എത്തുമ്പോഴേക്കും അവയുടെ പ്രവർത്തനം കുറേയും കൂടി ആക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഓവറീസിലോട്ട്, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട്, സെർവിക്സിലോട്ട്, യൂട്രസിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആ പാർട്സിനൊക്കെ സാധിക്കുകയും നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് ഇതുവഴി കഴിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഒരു ചെറിയ പീസ് കറുവപ്പട്ട എടുത്താൽ മതിയായിരിക്കും കേട്ടോ. പീസ് ഇപ്പോൾ നമ്മൾ കറുവപ്പട്ട നമുക്ക് സ്പൈസസ് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള കറുവപ്പട്ട നിങ്ങൾ മേടിക്കാം. നമ്മൾ പുറകെ ഇങ്ങനൊരു മരത്തിന്റെ ആ ഒരു ഭാഗവും ഉള്ളിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡുമുള്ള ഇതായിരിക്കും കറുവപ്പട്ട എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് ഉപയോഗിക്കുമ്പോഴേക്കും കുറച്ച് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നിങ്ങളത് കുതിർത്താനായിട്ട് വെക്കുക. കറുവപ്പട്ട ഡയറക്റ്റ് വെള്ളത്തിലിട്ട് നിങ്ങൾ കുതിർത്താൻ വെക്കേണ്ട. കുറച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു വെള്ളത്തിലോ നിങ്ങളത് കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം ഇതൊന്ന് കുതിർന്നു കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം ഓവർനൈറ്റ് നിങ്ങളിങ്ങനെ സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വെള്ളം തിളപ്പിച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ഇതിട്ട് തിളപ്പിച്ചതിന് ശേഷം
നിങ്ങളത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഓവുലേഷൻ വരെ മാത്രം ഇത് കുടിച്ചാൽ മതിയാകും. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഓവറായിട്ട് സ്പൈസസ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. വോം സ്പൈസസ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പലരിലും ഇത് കൂടുതലായിട്ട് ഓവുലേഷൻ കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. എപ്പോൾ മുതൽ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയിൽ നിങ്ങളിപ്പോൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ആ വെള്ളം കുടിച്ചു നിർത്തിയതിന് ശേഷം പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കറുവപ്പട്ട വെള്ളം കുടിക്കാവുന്നതാണ് കേട്ടോ. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാമ്പു വെള്ളവും കറുവപ്പട്ട വെള്ളവും കൂടി ഒരുമിച്ച് കുടിക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് നോർമലായിട്ട് ഓവുലേഷൻ നടക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഗ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതിന്റെ പർപ്പസ് ആയിട്ട് ഇതാണെന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെള്ളം കുടിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഒരു 3-4 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്ത് നോക്കുക. ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും അവിടെ വെച്ച് നിർത്താനായിട്ട് പാടില്ല. കാരണം ഈ ഒരു മാസത്തെ നിങ്ങളുടെ അണ്ടം പുറത്തേക്ക് വരണമെങ്കിൽ അത് ഏത് അണ്ടം വരണം ും എത്ര അണ്ടം എത്ര ഫോളിക്കിൾസ് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആകണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ഒരു 3 months മുൻപാണ്. ഇതിന്റെ ഒരു ഗ്രോത്തിന്റെ ഒരു പ്രോസസ്സ് അവിടെ തുടങ്ങുന്നത് ഒരു 3 മാസമൊക്കെ മുമ്പാണ്. അപ്പൊ നിങ്ങൾ ഈ മാസം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഏപ്രിലായിരിക്കും. അതുകൊണ്ട് ഒരു മാസം ഞാൻ ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പുരുഷന്മാർക്ക് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സ്ത്രീകൾ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇത് പിന്നെയും പറയുന്നത്, ഇത് കേട്ടിട്ട് പിന്നെയും കമന്റ്സിൽ സംശയം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമ്പൂ വെള്ളം നമ്മൾ വെറും വയറ്റിലാണ് കുടിക്കുന്നത്. ഇത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുടിച്ചാലും കുഴപ്പമില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇപ്പോൾ ജോലിക്ക് പോയിട്ട് വരുന്നവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിക്ക് പോയി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഇത് എടുക്കുക. അപ്പോൾ ശരീരത്തിലോട്ട് ഇതിന്റെ ബെനിഫിറ്റുകളൊക്കെ നല്ലതുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ ആദ്യം തന്നെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുക. അതിനുശേഷം കുറച്ചധികം നേരം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു കറുവപ്പട്ട വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.